ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ SBCIയുടേത് നമ്മൾ എന്ത് ചെയ്തു? അപേക്ഷ വന്നു, അപേക്ഷ സമർപ്പിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യും? ക്ലാസ്സുകളിലേക്ക് പോവാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അറിയാലോ, ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, ഡിഗ്രി തലത്തിലുള്ള ആദ്യത്തെ ഒരു പ്രിലിമിനറി പരീക്ഷയാണ് അല്ലേ? കാരണം SBCIയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി പരീക്ഷ, അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മെയിൻ പരീക്ഷ. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് പോകുന്നത്. അപ്പം നമുക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കാം. അപ്പോൾ അതിൽ നമ്മളിന്ന് മാത്സിൻ്റെ രണ്ടാമത്തെ സെഷനായ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ബേസിക്സ് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ യൂണിറ്റ് വൈസ് തന്നെ പോവാം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. എന്തായിരുന്നു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന സെക്ഷൻ? അംശബന്ധവും അനുപാതവും. അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു സെഷനിലൂടെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു സെഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് നേടാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ആദ്യത്തെ ഒരു പാട്ട് നോക്കാം. അപ്പോൾ SBCID എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജൂൺ 10-ാം തീയതി നമ്മൾ SBCIDയുടെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ടാവും, PYQ ഉണ്ടാവും, അതുപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, അതുപോലെ മെൻറ്ററും ഉണ്ടാവും. ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് മെൻറ്ററും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ LJ002 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ SBCIയുടെ ബാച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു LJ002 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഡിഡക്ഷൻസ് ഉണ്ടാവും. അപ്പം നമ്മളിന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ഏതായിരുന്നു അതിൻ്റെ ഒന്ന് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഒന്ന് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ 17/2025 ആയിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ലൊരു മികച്ച സാലറി സ്കെയിൽ അല്ലേ? ഒരു ഡിഗ്രി തലത്തിൽ പഠിച്ചൊരു കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണ്. 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. യൂണിഫോം ഒന്നും ധരിക്കേണ്ട, എന്നാലോ കേരള പോലീസിലൊരു ജോബും. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നാണയങ്ങൾ അല്ലേ പറയാറുണ്ടായിരുന്നു. ഒരു ബാഗിൽ ഇത്ര രൂപയുടെ, അതായത് 5 രൂപ കോയിൻ ഇത്ര എണ്ണം, 10 രൂപ കോയിൻ ഇത്ര എണ്ണം, 1 രൂപ കോയിൻ ഇത്ര എണ്ണം, 50 പൈസ കോയിൻ ഇത്ര എണ്ണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ തമാശയ്ക്കും നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? എ ബാഗ് കണ്ടെയ്ൻസ് ₹2, ₹5 and ₹10 coins in the ratio 5:7:8, whose total value is 1,250. What is the number of 5 rupee coins in the bag? ഇങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിലുള്ള 5 രൂപ കോയിൻസിൻ്റെ എണ്ണം. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ് ആ ബാഗിലുള്ള? ഒരു ബാഗിൽ 2 രൂപ കോയിൻ ഉണ്ട്, 5 രൂപയുണ്ട്, 10 രൂപയുണ്ട് അല്ലേ? ഓക്കെ, അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? 5:7:8 ആണല്ലോ. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1250. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നമ്മളിതിൽ എക്സും വൈ ഒന്നും ഇട്ടിട്ടില്ല ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്? 2 രൂപ കോയിൻ 5 ഉണ്ടെങ്കിൽ അത് എത്ര രൂപയായി? 10. 5 രൂപ കോയിൻ 7 ഉണ്ടെങ്കിൽ എത്രയായി? 35. 10 രൂപ കോയിൻ 8 ഉണ്ടെങ്കിൽ എത്രയായി? 10 രൂപ കോയിൻസ് ഇല്ല, 10 രൂപ നോട്ട്. അത് എത്രയായി? 80 അല്ലേ? അപ്പോൾ 80 30 എത്രയായി? 115. 115 10 125 രൂപയാണ് എന്ത് ചെയ്യുന്നത്? റേഷ്യോ പ്രകാരം ഇതിൻ്റെ മൂല്യം, അതായത് നാണയങ്ങളുടെ മൂല്യം എന്ന് പറയുന്നതാണ് 125 രൂപ. ഓക്കെ, അപ്പോൾ 125 രൂപയിൽ എന്തുണ്ടാവും? 125 രൂപയിൽ 2 രൂപേൻ്റെ 5 കോയിൻസ് ഉണ്ട്. 125 രൂപയിൽ 5 രൂപയുടെ 7 കോയിൻസ് ഉണ്ട്. 125 രൂപയിൽ 8 10 രൂപ നോട്ടും ഉണ്ട്.
ആണല്ലോ. ശരി, അങ്ങനെയെങ്കിൽ 1250 രൂപയിൽ എത്ര 5 രൂപയുടെ കോയിൻസ് ഉണ്ട് എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, 1250 ഡിവൈഡഡ് ബൈ നാണയത്തിന്റെ മൂല്യം എത്രയാണ് 125 ഇൻറ്റു 5 രൂപ കോയിൻ എത്ര എണ്ണമാണ് ഈ 125 അടങ്ങിയിരിക്കുന്നത് 7 എണ്ണം ഇൻറ്റു 7. സോ 125 പോയി പിന്നെ ഇതെന്തായി 10. ആൻസർ എന്താണ് 70. സിമ്പിളായിട്ട് കിട്ടിയല്ലോ. അപ്പം അത് എളുപ്പത്തിൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ്, ശ്രദ്ധിക്കണം, ദ റേഷ്യോ ഓഫ് 2 numbers is 2:3 and the product is 726. The smallest number between 2 numbers is, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നു. എന്താണ് 2:3. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് 726. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് ശരിക്കും റേഷ്യോ വരുന്നത് എന്താണ്, അതിൽ നിന്നൊരു കോമൺ വാല്യൂ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് റേഷ്യോ ആവുന്നത് അല്ലേ. A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. സോ 2:3 എന്ന് പറഞ്ഞാൽ എന്താണ് 2/3 ആണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x 3x ആണല്ലോ. അപ്പോൾ ആ നമ്പേഴ്സ് എക്സ് ഞാൻ വെച്ചത് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 2x 3x. സോ 6x² ആണ് ആ കാണുന്നത് 726. 6x² എന്ന് പറയുന്നതാണ് 726. പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 726. Therefore x² എന്താണ് 726നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്രയാണ് 121 അല്ലേ. 7 6 ഒരു പ്രാവശ്യം, 12 2 പ്രാവശ്യം, 6 1, 121. സോ x² എന്ന് പറയുന്നത് 121 ആണെങ്കിൽ x എന്താണ് √121. √121 എന്ന് പറഞ്ഞാൽ എന്താണ് x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 അല്ലേ. 11ന്റെ സ്ക്വയർ ആണല്ലോ 121. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് 2 numbers is 5:70. The ratio of 2 numbers is 5:70 if the sum of both numbers is 440. Then what is the smaller number among both the numbers? ഇവിടെ എന്താണ് the ratio of 2 numbers is 5:17. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ 5:17. ഇഫ് ദ സം ഓഫ് ബോത്ത് നമ്പേഴ്സ്, ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് 5ഉം 17ഉം കൂട്ടിയാൽ എത്രയാണ് 22 അല്ലേ. 17 5 22. ഈ 22 എന്ന് പറയുന്നതാണ് എന്ത് 440. ഓക്കെ, 22 എന്ന് പറയുന്നത് 440 ആണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരുന്നത്, സ്മോളർ നമ്പറാണ് 5 ആണ് ചോദിച്ചിരിക്കുന്നത്. 22 440 ആണെങ്കിൽ 1 എത്രയാ, 1 എന്ന് പറയുന്നത് 20 ആയിരിക്കും. 1 20 ആണെങ്കിൽ 5 എത്രയാണ്, 1 20 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എളുപ്പം കഴിയല്ലോ. എന്ത് ചെയ്യണം, 1 5 ആവാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 20ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ എന്തായി 100. ഓക്കെ, നമ്മളോട് വാട്ട് ഈസ് ദ സ്മോളർ നമ്പർ എമംഗ് ബോത്ത് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടി എത്രയാണ് 100. ഇത് 5 100 ആണെങ്കിൽ 17 എത്രയാണ്, 17 നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം 7 5 35, 1 5 5, 5 3 8 അല്ലേ, 85. സോറി 1 20 ആണെങ്കിൽ 5 എത്രയാണെന്നല്ലേ. അപ്പോൾ 17 ഇൻറ്റു എത്ര വരണം, 17 ഇൻറ്റു 20 വരണം ആണല്ലോ. 17 2 34, 340 ആണ് എന്ത് ഹയസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ദ റേഷ്യോ ഓഫ് 2 numbers is 5:7. Sorry, 5:17. If the sum of both numbers is 440. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എക്സ് ഒന്നും ചേർക്കണ്ട, 17 5 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 22. 22 എന്ന് പറയുന്നത് 440. 22 എന്ന് പറയുന്നത് 440.
അങ്ങനെയെങ്കിൽ നമ്മളോട് സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെ? 440 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 22. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു അല്ലേ? നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? 1ലേക്ക് കൺവേർട്ട് ചെയ്തു. അതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. 22 2 44 20 ഇൻറ്റു എന്ത് വരും? 5 100. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്തു? ആൻസറിലേക്ക് എത്തി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. U/V ഈക്വൽ ടു 4:7. ഓക്കെ, and V/W equal to 9:7. If U equal to 72, what is the value of W? ഇതാണ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് രണ്ട് സംഖ്യകളുടെ എന്ത് ചെയ്യുന്നു? യുവും വിയും തമ്മിലുള്ള റേഷ്യോ 4:7 ആണെന്ന് തന്നു. അതുപോലെ വിയും ഡബ്ല്യു തമ്മിലുള്ള റേഷ്യോ 9:7 ആണെന്ന് തന്നു. ആദ്യം എന്ത് ചെയ്യണം? U/V/W നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം U/V/W. അപ്പം യുവും വിയും ഉള്ളിടത്തിൽ എന്ത് ചെയ്യുക? 4:7. ഇനി വിയും ഡബ്ല്യു ഉള്ളിടത്തിലോ 9ഉം 7. ഓക്കെ, നോക്കിയേ, പിയിൽ ഇപ്പം 2 വാല്യൂ ഉണ്ട്, 7 ഉണ്ട് 9 ഉണ്ട്. സോ എന്ത് ചെയ്യുക? അതിൻ്റെ LCM കാണാം. 7ൻ്റെ 9ൻ്റെ LCM എന്താണ്? 63 അല്ലേ? 9 × 7 63. ഇനി ഇപ്പം ഇവിടെ 63 7നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്തു? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് ഈ 4ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ 36. ഇനി ഈ 9 63 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 49. സോ ഇപ്പോൾ റേഷ്യോ കിട്ടി 36:63:49. ഇനി എന്താണ്? U ഈക്വൽ ടു 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 36 ആണ് 72. ഓക്കെ, 36 72 ആണെങ്കിൽ 1 എത്രയാണ്? 2 അല്ലേ? 36ൻ്റെ 72ൻ്റെ പകുതി അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് 2. അതായത് ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 1:2 എന്നുള്ള റേഷ്യോ ആണ്. സോ 1 2 ആണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചത്? W എത്രയാണെന്ന്, 49 എത്രയാണെന്നാണ് ചോദിച്ചത്. 49 അപ്പോൾ എത്രയായിരിക്കും? 2 × 49 എത്രയാ? 49 2 98. ഓക്കെ, ആൻസർ എന്താണ്? 98. ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം? വേറെ രീതിക്ക് ചെയ്യാം. നോക്കിയേ, ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. U/V/W. ഇപ്പോൾ യുവും വിയും തമ്മിലുള്ള റിലേഷൻ 4:7. ഇനി വിയും ഡബ്ല്യുവും തമ്മിലുള്ള റേഷ്യോ 9:7 അല്ലേ? അപ്പം നമുക്ക് 63 LCM എന്നറിയാം. ഇനി ഇതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 കൊണ്ട് 36. ഇതിനോ 7 കൊണ്ട് 49. ഓക്കെ, ഇനി എന്താണ്? 36 ആണ് 72 എങ്കിൽ 49 എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ 72 × 49 ഡിവൈഡ് ബൈ 36 98. എളുപ്പത്തിൽ കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത നോക്കിയേ, എ ബാഗ് ഹാസ് ₹785 in the denomination of ₹2, ₹5 and ₹10 coins. The coins are in the ratio of 6:9:10. How many coins of ₹5 are there in the bag? ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ എന്താണ്? ആ ബാഗിൽ 785 രൂപ നോട്ട് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? ഏതൊക്കെ പൈസ കോയിൻസ് ആണുള്ളത്? 2ൻ്റെ ഉണ്ട്, 5ൻ്റെ ഉണ്ട്, 10 രൂപ കോയിൻസും ഉണ്ട്. ഓ സോറി, 10 രൂപേൻ്റെ കോയിൻസ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, നേരത്തെ അത് വിട്ടുപോയതാണ്. ഇനി 6 9 10 ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് റേഷ്യോസ് 6:9:10. ഇനി ആരും എന്നോട് പറയരുത് 10 രൂപേൻ്റെ കോയിൻ നമുക്ക് അവൈലബിൾ ആണ്, പെട്ടെന്ന് അതെൻ്റെ മൈൻഡിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്ത് പോയതാണ് കേട്ടോ, അത് ക്ഷമിക്കുക. അപ്പോൾ 2ഉം 5ഉം 10ഉം ആണ് കോയിൻസ്. 6 9 10 എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്? സംഖ്യകളുടെ റേഷ്യോ വരുന്നത്. അപ്പം 2 രൂപേൻ്റെ 6 കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയായി? 12 രൂപയുണ്ടായി. 5 രൂപേൻ്റെ 9 കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയായി? 45 രൂപയായി. 10ൻ്റെ 10 കോയിൻസ് ഉണ്ടെങ്കിൽ എത്രയായി? 100 രൂപയായി. ഇത് കൂട്ടിയാൽ എത്രയാണ്? 100ഉം
45 145 145 12 എത്രയാണ് 145 10 155 157. അപ്പോൾ സംഖ്യകളുടെ മൂല്യം എത്രയാണ്? അതായത് ഈ ഒരു കോയിൻസിൽ, അതായത് 157 രൂപയിൽ എന്തുണ്ട്? 157 രൂപയിൽ 2 രൂപയുടെ 6 കോയിൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. 157 രൂപയിൽ 5 രൂപയുടെ 9 കോയിൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. 157 രൂപയിൽ 10 രൂപയുടെ 10 കോയിൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംഖ്യകളുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 157. ഓക്കെ, ഇനി എന്തായി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 785 രൂപയിൽ 5 രൂപയുടെ എത്ര കോയിൻസ് അടങ്ങിയിരിക്കുന്നു എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ശരി, അപ്പം എന്ത് ചെയ്യാം? 785 ഡിവൈഡ് ബൈ സംഖ്യകൾ, ആ ഒരു രൂപയുടെ മൂല്യം എത്രയാണ്? 157 ഇൻറ്റു 5 രൂപ കോയിൻസിന്റെ റേഷ്യോ എത്രയാണ്? 9. ഓക്കെ, 157 785 എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യം. 5 × 9 45. സോ 785 45 5 രൂപ കോയിൻസ് അടങ്ങിയിരിക്കുന്നു. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് A is to B equal to 7:8 and B is to C equal to 7:9, then what is the ratio of A is to B is to C? ഇതാണ് നമ്മളോട് ചോദിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? A is to B is to C, ഇതാണ് ചോദിച്ചത്. അപ്പോൾ A is to B എന്ന് പറയുന്നത് 7:8, B is to C എന്ന് പറയുന്നത് 7:9 അല്ലേ? നേരെ എടുക്കുക. LCM 7 8 56. ഇനി എന്ത്? 8 56 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതിനെ എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 7 56 നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 9 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട്. ആൻസർ എന്തായി? 49:56:72. കാരണം ഇവിടെ 7 7 49, 7 8 56. പക്ഷെ ഇതിൽ 7 കോമൺ അല്ല അല്ലേ? അപ്പം ഇതാണ് അതിൻ്റെ റേഷ്യോ. A is to B is to C എന്ന് പറഞ്ഞാൽ 49:56:72. പിന്നെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ SBCIDയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജൂൺ 10-ാം തീയതി നമ്മൾ SBCIDയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ സെക്ഷൻസും കവറപ്പ് ചെയ്ത് പോവാം. അപ്പോൾ താല്പര്യമുള്ളവർ LJ002 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ട് ആപ്പ് പർച്ചേസ്, അതായത് നിങ്ങളുടെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനും കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ തന്നെ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതിയിലുള്ള ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സെഷൻസും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. If A is 25% less than B, then what will be the value of 2B minus A divided by A? ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താണ്? A എന്ന് പറയുന്നത് ബിയേക്കാൾ 25% കുറവാണ്. അങ്ങനെയാണല്ലോ പറയുന്നത്. A is 25% less than B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബിയെ 100 എടുത്താൽ A എന്തായിരിക്കും? 75 അല്ലേ? കാരണം ബി എന്ന് പറയുന്ന 100 ആണെങ്കിൽ 100ന്ന് 25 വർഷങ്ങൾ എത്രയാണ്? 75. സോ എ എന്തായിരിക്കും? 75. സോ ബിയുടെ 75% എ. അതെത്രയാണ്? 3/4 ബി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരുന്നത്? 2B മൈനസ് എ ഡിവൈഡഡ് ബൈ എ. ബി എന്താ? നമുക്ക് 2B തന്നെ എഴുതാം. എക്ക് പകരം എന്ത് ചെയ്യുക? 3/4B ഡിവൈഡഡ് ബൈ 3/4B. ഓക്കെ, അപ്പം ഇതിലെന്തായി? എല്ലാ ബി ഇവിടുന്ന് കോമൺ എടുത്ത് കഴിഞ്ഞാൽ 2 - 3/4 അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇപ്പം ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെയാണല്ലോ വരിക. അപ്പം ബിയും ബിയും ക്യാൻസലായി. ഓക്കെ, ഇനി 2 - 3/4 ഡിവൈഡ് ബൈ 3/4. അപ്പം എന്ത് ചെയ്യുക? 2 - 3/4 എത്രയാണ് ശരിക്ക്? 8 - 3 5/4 ആണ് എന്ത് വരുന്നത്? 2 - 3/4 ആണല്ലോ. അപ്പോൾ 2 4 8 8 3 വർഷം 5 5/4 ഡിവൈഡ് ബൈ എന്ത് വരും? 3/4. സോ 5/3 ആണ് എന്ത് വരുന്നത്? 2B മൈനസ് എ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് എത്രയാണ്? 5/3. ഇതാണ് റൈറ്റ് ആൻസർ.
ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെ നമ്മൾ ചെയ്തത്? ഇവിടെ എ എന്ന് പറയുന്നത് ബിയുടെ 25% കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, ശതമാനമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് 100 വെച്ച് കൺസിഡർ ചെയ്തു. സോ ബി 100 ആണെങ്കിൽ എ എന്തായിരിക്കും? 75. അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പം ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 2b - a ഡിവൈഡ് ബൈ എയുടെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അതിൻ്റെ ആൻസർ എന്താണ്? 5/3. ഈ ഒരു QR കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്റ്റായ കോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് LJ002 എന്ന് പറയുന്ന കൂപ്പൺ കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 20% മേലെ ഡിഡക്ഷനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു QR കോഡ് യൂസ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലൈവ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഇനി അടുത്തത്, ഇഫ് x ഈസ് ടു y ഈക്വൽ ടു 5:4, then what will be the ratio of x ഈസ് ടു y ഈസ് ടു y ഈസ് ടു x? ഇങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക, x ഈസ് ടു y ഡിവൈഡ് ബൈ y/x ആണല്ലോ. ഇത് തന്നെയാണല്ലോ x² ഡിവൈഡ് ബൈ y². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? x² ഈസ് ടു y². സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ x ഈസ് ടു y ഈക്വൽ ടു 5:4 ആണെങ്കിൽ x² ഈക്വൽ ടു y² എന്താണ്? x² ഈസ് ടു y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഇടപ്പരി 25:16 അല്ലേ? ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സെഷൻസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ വേഗം എന്ത് ചെയ്യാം, x ഈസ് ടു y 5:4 ആണെങ്കിൽ x/y ഈസ് ടു y/x എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്ക്വയർ വാല്യൂ ഡയറക്റ്റ് എടുത്തെഴുതിയാൽ മതി. Next, how much should be added to each term of 4:7 so that it becomes 2:3? അപ്പോൾ 4:7 എന്ന് പറയുന്ന സംഖ്യയോട് ഏതോ ഒരു വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? 2:3 എന്ന ഫോർമുല. അപ്പോൾ ആ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 + x ഡിവൈഡ് ബൈ 7 + x ആണ് 2/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 × 4 + x ഈക്വൽ ടു 2 × 7 + x. എന്തിനാണ് നമ്മൾ x എടുത്തിരിക്കുന്നത് ഇവിടെ? ആ സംഖ്യ ഏതാണെന്ന് എളുപ്പത്തിൽ മനസ്സിലായി. സോ 12 + 3x ഈക്വൽ ടു 14 + 2x. 3x ഉം 4x ഉം തമ്മിലുള്ള ഡിഫറൻസ് x ആണ്. 12ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. സോ 2. ഇനി അത് ശരിയാണോ നോക്കിയോ. 4 + 2 6, 7 + 2 9 അല്ലേ? അതിൽ നിന്ന് 3 എന്ന് പറയുന്നതോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 6 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2, 9 3 ഡിവൈഡ് ചെയ്താൽ 3, 2:3. അപ്പോൾ ആൻസർ ശരിയാണ്. അപ്പോൾ ആൻസർ എന്താണ്? ആ വാല്യൂ എത്രയാണ്? 2. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of two numbers is 14:25. The ratio of two numbers is 14:25. If the difference between them is 264, then which is the smaller number of two these? അപ്പോൾ എന്താണ്? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ 14:25. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 14 25 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 11. ഈ 11 എന്ന് പറയുന്നതാണ് 264 ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളോട് സ്മോളർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാണാൻ പറ്റും? 264 ഇൻറ്റു സ്മോളർ നമ്പർ ആണല്ലോ. സോ 14 ഡിവൈഡഡ് ബൈ 11. ഇപ്പം എത്രയാണ്? 11 2 22 44. സോ 2 4 24 ഇൻറ്റു 14. 24 14 എത്രയാണ്? എങ്ങനെ കാണാൻ പറ്റും? ഒന്ന് ഈ രീതിയിൽ ചെയ്യാം.
16 1 ബാക്കി 2 4 8 4 12 1 13 2 1 336. ഇത് ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ പഠിക്കാം. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, അത് 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 24 ഇൻറ്റു 14, 4ആണല്ലോ ഒറ്റയുടെ സ്ഥാനത്തക്കം. അപ്പം 4 ഇൻറ്റു 4 16. എത്ര ബാക്കി? 1 2 ഒറ്റയുടെ സ്ഥാനത്തക്കമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 ഇൻറ്റു 4 8, 8ഉം 2 ഇൻറ്റു 4 8 ചെയ്തു. 8 പ്ലസ് 4 അടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക. 8 4 12 1 13. അവിടെ എന്ത് ചെയ്തു? 1 ക്യാരിയാണ്. സോ ഈ 2ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആ 1 ആഡ് ചെയ്യുക. 2 1 3 336. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ആണ് എന്ത് വരുന്നത്? സ്മോളർ നമ്പർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If x is to y equal to 6 is to 5 and z is to y equal to 9 is to 25, then what is the ratio of x is to z? നമുക്ക് എന്ത് ചെയ്യാം? x is to y is to z. ഓക്കെ, x is to y എന്താണ്? 6 is to 5. ഇനി y is to z എന്താണ്? ഇവിടെ നമുക്ക് z is to y ആണ് തന്നിരിക്കുന്നത്. ഇത് z is to y ആണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? നേരെ തിരിച്ചെഴുതാം. അപ്പം 25 is to 9. സോ 5ൻ്റെ 25ൻ്റെ എൽസിയം എന്താണ്? 25. സോ ഇവിടെ എന്ത് ചെയ്യണം? 25 25 ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 9നെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 25 നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 30 is to 25 is to 9. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് എക്സ് ആൻഡ് സെഡ്. സോ 30 is to 9 എത്രയാണ്? 10 is to 3. ഓക്കെ, 10 is to 3 ആണ് എക്സ് is to സെഡ്. അത് മനസ്സിലായല്ലോ? അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് ദീപക് ആൻഡ് വിനോദ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 9 is to 12 respectively. If speed of Vinod is 84 km/h, then what will be the speed of Deepak? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദീപക്കും വിനോദും തമ്മിലുള്ള റേഷ്യോ, അതായത് ദീപക്കും വിനോദും തമ്മിലുള്ള സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 19:12 ആണ്. ആണല്ലോ? അങ്ങനെയെങ്കിൽ സ്പീഡ് ഓഫ് വിനോദ് 12 എന്ന് പറയുന്നതാണ് 84 km/h. അങ്ങനെയെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ദീപക്? 19 എത്രയെന്ന് കണ്ടാൽ പോരെ അല്ലേ? ഇപ്പം എന്ത് ചെയ്യണം? 84 ഇൻറ്റു 19 ഡിവൈഡ് ബൈ 12. 12 7 84. ഇനി 19 7 എത്രയാണ്? 9 7 63 6 1 7 7 6 13 133 km/h ആണ് ആരുടെ സ്പീഡ്? സ്പീഡ് ഓഫ് ദീപക്. ദീപകിൻ്റെ സ്പീഡ് എത്രയാണ്? 133 km/h. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. എന്തിനു വേണ്ടിയാണ്? നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സെഷൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി മിൻറ്റ് എഡ്യൂടെക് ഫോളോ ചെയ്യുക. താങ്ക് യു.